അങ്ങനെ അറ്റ് ലാസ്റ്റ് ആ പ്ലാനിങ്ങും ഫ്ലോപ്പ് ആവലിൻ്റെ ഒടുവിൽ അത് നടന്നു ഗൈസ്. എന്താണെന്നല്ലേ, ആക്ച്വലി 10 മണിക്ക് എത്താൻ പറഞ്ഞത് ഞാൻ 11 മണിയാക്കി ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴയ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു മീറ്റപ്പ് നടത്താൻ പ്ലാൻ ചെയ്ത്. അപ്പോൾ അതിനാണ് ഞാൻ ഈ ഒരുങ്ങി കെട്ടി പോകുന്നത്. നമ്മളെല്ലാവരും പ്ലാൻ ചെയ്തിരുന്നത് 10 മണിയാകുമ്പോൾ അനശ്വറിൻ്റെ വീട്ടിലേക്ക് എത്താന്നിരുന്നു. ഞാൻ പഞ്ച്വാലിറ്റി കൂടിയ ആളായതുകൊണ്ട് ഞാൻ 11:30 അയ്യോറിൻ്റെ വീട്ടിലേക്ക് എത്താം. ബസ്സിൽ കയറിയപ്പോൾ വീഡിയോ എടുക്കുക ഒരു ഷൈ. അപ്പം അങ്ങനെ എടുത്ത വീഡിയോ കണ്ടത്. അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി അവിടെ എത്തി. സൂര്യനെ വിളിക്കാൻ വരാൻ പറഞ്ഞതിനെ പറ്റിച്ച് നല്ല മഴ വരുന്നുണ്ട്. അനശ്വർ വിളിക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നിട്ടാ. അങ്ങനെ ഞങ്ങൾ നേരെ ഓൻ്റെ വീട്ടിൽ പോയി. സംഭവം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ലേറ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നിട്ടാ. അനശ്വറിൻ്റെ ശ്രീഹരിയുടെയും വീട് അടുത്തെടുത്താട്ടാ. അപ്പം ഞങ്ങളിപ്പോൾ നേരെ ശ്രീഹരിയുടെ വീട്ടിലേക്കാണ് പോണത്. ഈ പാലം കയറിയിട്ടാണ് പോകേണ്ടത്. നമ്മൾ ഈ മീറ്റപ്പ് 10 കഴിഞ്ഞപ്പോൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയാണെങ്കിലും ലാസ്റ്റ് ഈ +2 കഴിഞ്ഞിട്ടാണ് നമുക്ക് നടത്താൻ പറ്റിയത്. ഇത്ര പേരൊന്നല്ല കേട്ടോ, ഇനിയും കുറേ പേരുണ്ട്. ഇപ്പം ഉള്ളവർ വെച്ചിട്ട് തൽക്കാലം നമുക്കൊന്ന് കൂടാൻ വിചാരിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടെ അവരുടെ വീട്ടിൽ പോയത്. ശ്രീഹരിയുടെ വീടെത്തി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ അമ്മ ചക്ക കൊണ്ടു തന്നിട്ടാണ്. അപ്പോൾ അങ്ങനെ ചക്ക തിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ജ്യൂസും മിച്ചറൊക്കെ തന്ന് അങ്ങനെ അതൊക്കെ തിന്നിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് അനശ്വറിൻ്റെ വീട്ടിലേക്ക് തന്നെ പോയി. അവിടെ നിന്ന് ഓൻ്റെ അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവിടെ നിന്നും ജ്യൂസൊക്കെ തന്ന് ലഡുവും കേക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ച് ഞങ്ങളെല്ലാവരും അവിടെ കുറേ നേരം TV കണ്ട് വർത്താനം പറഞ്ഞിട്ടൊക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളല്ല, അതന്നെ മെയിൻ പരിപാടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും വിശന്നപ്പോൾ ഞങ്ങൾ നേരെ കടയിൽ പോയിട്ടാണ് ഫുഡ് കഴിക്കാൻ. നമ്മൾ നേരെ അൽറീദാനി പോയിട്ടാട്ടാ കഴിച്ചത്. നമ്മൾ പെരി അൽഫാം മന്തി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കൈയൊക്കെ കഴുകിയിട്ട് അവിടെ ഫുഡിനുള്ള കാത്തിരിപ്പായിട്ടാണ്. അവസാനം കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ മന്തി വന്നിട്ടാണ്. ശ്യാമ ആദ്യമേ ചെസ്റ്റ് പീസ് കഴിക്കലാക്കി. പിന്നെ നമ്മളെല്ലാവരും ഫുഡ് എടുത്ത് കഴിക്കൽ തുടങ്ങിയിട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു. ഇവിടുത്തെ മന്തി അല്ലെങ്കിലും അടിപൊളിയാണ്. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കൈയൊക്കെ കഴുകിയിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. പിന്നെ ശ്രീഹരിയും ശ്യാമും നേരെ അജുവിനെ കൊണ്ടാക്കാൻ പോയി. അപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് എവിടേക്കെങ്കിലും ഫോട്ടോ എടുക്കാൻ പോയാലോ എന്ന് വിചാരിച്ചത്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ആളത്തേക്ക് പോകാൻ വിചാരിച്ചിട്ടാണ്. ചെറിയൊരു മഴ ചാറ് ഉണ്ടായിരുന്നു. അപ്പം ഞാനും ആദിനന്ദയും അനശ്വറും ഒരു സ്കൂട്ടിമ്മലും ശ്രീഹരിയും ശ്യാമും ഒരു സ്കൂട്ടിമ്മലും ആയിട്ടാണ് പോയത്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ എത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നേരെ അവിടെ ഒരു പാടം ഉണ്ടായിരുന്നു. ആ പാടത്തേക്കൊക്കെ പോയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഓൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാനും പോയിട്ടാണ്.